നീയൻ സ്വന്തം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മതിയടി, ഇനിയൊന്നും പറയില്ല നീ. എനിക്കിത് കേട്ട് നിൽക്കാൻ വയ്യ. ഞാൻ പറയേണ്ടതായിരുന്നു. എത്രയ്ക്ക് എന്നെ മാറ്റി നിർത്താൻ അവൾ ശ്രമിച്ചാലും വിട്ടുകൊടുക്കരുതായിരുന്നു. അത്രയും നരകിക്കാൻ എൻ്റെ പെണ്ണിനെ ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയി. ആരെന്തു പറഞ്ഞാലും അന്നേ ഞാൻ എൻ്റേതാക്കണമായിരുന്നു. ഹരിയുടെ വാക്കുകൾ ഇടറി. കുറ്റബോധമാണ്, അവളോടുള്ള സ്നേഹമാണ്. തോളുകൊണ്ടവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കളഞ്ഞു. അങ്ങനെയല്ലടാ ഹരി, ഏതൊരു നല്ല കാര്യം നടക്കുന്നതിന് മുന്നേ ദൈവം നമുക്കൊരു അഗ്നിപരീക്ഷ തരുമെന്ന് ശ്രീനിലത്തിലെ മുത്തശ്ശി ഇടയ്ക്കിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന സത്യമാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ ഇനി നല്ല കാലമാണ്. പരീക്ഷണം മുഴുവൻ തീർന്നിട്ട് നിന്റെ കൈ പിടിക്കുന്നതോടെ ജീവിതം എന്തെന്നും അതിൻ്റെ ലഹരി എത്രത്തോളമാണെന്നും അവൾ അറിയട്ടെ. ഇനി ഹരിയുടെ നേരെ നോക്കി സീത ചിരിച്ചു. ലല്ലിമോൾക്ക് വേണ്ടിയാ അവളിപ്പോൾ ജീവിക്കാൻ ശ്രമിക്കുന്ന തന്നെ. അവൾ മനസ്സുറന്ന് ചിരിച്ച് കണ്ടിട്ടില്ല ഞാൻ. ഹരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ദൈവം എനിക്ക് വേണ്ടി കാത്തുവെച്ചതാടി അവളെ. തമ്മിൽ ചേർക്കുന്നതിന് മുന്നേ എൻ്റെ പ്രണയത്തിൻ്റെ സത്യസന്ധത അറിയാൻ ദൈവം നടത്തിയ ചെറിയൊരു പരീക്ഷണം. അത്രയേ ഞാനതിനെ കാണുന്നുള്ളൂ. ഹരി സീതയുടെ നേരെ കണ്ണിശിമ്മി കാണിച്ചു. പക്ഷേ ഹരി, പറയുന്നുണ്ട് നീയൊന്നും വിചാരിക്കരുത്. ഞാൻ പാർവതിയുടെ അനിത്യയായിരിക്കും. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട്. സീത പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായതുപോലെ ഹരിയും തലകുലുക്കി. പ്രണയം എന്താണെന്ന് പഠിപ്പിച്ചവൾ മറന്നിട്ട് അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അത് നല്ലതുപോലെ അറിയാമായിരുന്നിട്ടും അതിന് നേരെ തിരിഞ്ഞെടുക്കാൻ എനിക്കാവില്ല സീതേ. ഒരിക്കൽ കൈവിട്ടു പോയതോർത്ത് അവളുടെ ഓർമ്മയിൽ ഞാനെത്ര പെടഞ്ഞിട്ടുണ്ടെന്ന് നിന്നോട് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തരാൻ എനിക്കാവില്ല. അത്രയും ആഴത്തിൽ എന്നിൽ പതിഞ്ഞു പോയവളെ തഴഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നും തന്നെ എന്നെ മോഹിപ്പിക്കുന്നില്ല. ഹരിയുടെ ദൃഢമായ വാക്കുകൾ ഒരു കുളിർത്തന്നൽ പോലെ സീതയെ തഴുകി തലോടി. വല്ലാത്തൊരു സന്തോഷം അവളെ പൊതിഞ്ഞു. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കാണാൻ കൊതിക്കുന്നൊരു കൂട്ടുകാരി കൂടിയല്ലേ ഹരി ഞാൻ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. സ്നേഹിച്ചോ ഇല്ലയോ എന്നതല്ല, ഒരാണിൻ്റെ കൂടെ 1 വർഷത്തോളം ജീവിച്ചവളാ എൻ്റെ ചേച്ചി. ഇന്നൊരു 4 വയസ്സുകാരിയുടെ അമ്മയുമാണ്. സീത വീണ്ടും ഹരിയെ നോക്കി. ഞാൻ സ്നേഹിച്ച പാർവതിയ, അവളുടെ ശരീരത്തെയല്ല. അതിലെല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ മനസ്സും പ്രണയവും എല്ലാം. നീ ഇന്ന് എവിടെ പോയിരുന്നടാ? അരികിൽ വന്നിരുന്ന സോബിനാണ് അർജുനോട് ചോദിച്ച്. അവൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് സോബിനും. അർജുൻ പറയുന്ന ഉത്തരത്തിന് കാതോർത്തുകൊണ്ട് അരികിൽ തന്നെ ടോണിയും സെമീറും ഉണ്ട്. ഗൂഢമായൊരു ചിരിയുണ്ട് അവർക്കെല്ലാം. ഓ അതോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ. ഇന്നലെ അച്ഛൻ്റെ ചെക്കപ്പിന് കൊണ്ടുപോയതാ. അർജുൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുന്നതിനിടെ പറഞ്ഞു. നീ ഒറ്റക്കാണോ പോയത്? മറ്റുള്ളവരെ നോക്കിയിട്ടാണ് ടോണിയെ ചോദിച്ചു. ഒറ്റക്കോ? ഞാനോ? നല്ല രസമുണ്ടാവുന്ന. അർജുനൊന്ന് ചിരിച്ചു. ഒറ്റക്കൊന്നും അച്ഛന് മാനേജ് ചെയ്യാനാവില്ല. വലിയച്ഛണ്ടായിരുന്നു, പിന്നെ അരിയേട്ടനും. അർജുൻ പറയുമ്പോൾ കാത്തിരുന്ന് കേട്ടതിൻ്റെ ഒരു സന്തോഷം അവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ഓ, നിന്റെ ഹരിയേട്ടൻ വീണ്ടും വന്നോ? ഇപ്പടുത്തല്ലേ അങ്ങേര് പോയത്? അർജുനൊന്ന് മൂളി. അങ്ങേര് വലിയ സഹായമാണ് അല്ലേടാ? സെമീർ അർജുൻ്റെ തോളിലും തട്ടി. പിന്നെ പറയാനുണ്ടോ? അർജുൻ ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും ഫോണിലാണ്. പുതിയ ഫോണാണോടാ? സോബിൻ അർജുൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് തിരിച്ചും മറിച്ച് നോക്കി. അതെ, ഹരിയേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാ. ചിരിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞപ്പോൾ 3 ആളൊന്ന് പരസ്പരം നോക്കി. ഓ, നീ ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് അങ്ങേര് നിനക്കൊരു ഐഫോൺ തന്നെ മേടിച്ചു തരേണ്ടതാ. ടോണി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടത് പറയുമ്പോൾ സോബിനും സെമീറും ഊറി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അർജുനെ നെറ്റി ഒളിഞ്ഞു. സഹായോ? ഞാനോ? എടാ, ഹരിയേട്ടൻ ഞങ്ങളെയല്ലേ സഹായിക്കുന്നത്. ഒരു നന്ദി വാക്കുകൂടി പ്രതീക്ഷിക്കാതെ ഒന്ന് വിളിച്ചാൽ മതി, അപ്പോഴേക്ക് ആൾ ഓടിയെത്തും. അർജുൻ പറഞ്ഞു കേട്ടിട്ട് 3 ചിരിച്ചുകൊണ്ട് തലയാട്ടി. നന്ദിയൊക്കെ അങ്ങേര് വേണ്ട പോലെ കൈപ്പറ്റുന്നുണ്ടാകും മോനെ, നീ അറിയാഞ്ഞിട്ടാ. ഒരാക്കിയ ചിരിയോടെ ടോണി അത് പറഞ്ഞതും അർജുൻ്റെ ചിരി മാഞ്ഞു. നീ എന്താ പറഞ്ഞു വരുന്നു? അവൻ്റെ ശബ്ദം കൂർത്തു. ഇന്നത്തെ കാലത്ത് വെറുതെ ഒന്നും ആരും ആരെയും സഹായിക്കില്ല മോനെ അർജുനെ. അങ്ങേര് നിന്റെ വലിയച്ചയും സീതേച്ചയും ഒരുപാട് സഹായിച്ച് ഒടുവിൽ താങ്ങിയടക്കാൻ പറ്റാത്ത തരത്തിലാക്കാതിരുന്ന നീ രക്ഷപ്പെട്ടു. സെമീറിന്റെ വാക്കുകൾ അർജുന്റെ ചങ്കിലാണ് തറച്ചത്. വെറുതെ അനാവശ്യം പറഞ്ഞു സെമീറെ! അർജുൻ ചാടി എഴുന്നേറ്റുകൊണ്ട് വിരൽ ചൂണ്ടി. ഓഹോ, ഞങ്ങൾ പറയുന്നതോടൊപ്പം നിനക്ക് കുറ്റം. നിന്റെ വീട്ടിൽ ഹരിപ്രസാദ് കയറിറങ്ങുന്നതിനെ പറ്റി നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതിന് എത്രയോ മുകളിലാ. അതിന് നിനക്ക് പരാതിയൊന്നുമില്ലേ? ടോണി അർജുന്റെ തോളിൽ പിടിച്ച് തള്ളി. അസ്വസ്ഥതയുടെ കരിവണ്ടുകൾ വീണ്ടും അർജുന്റെ തലക്കുള്ളിൽ മൂളി തുടങ്ങി.
അവന്റെ മനസ്സിന് ബലം കൊടുത്ത നിരഞ്ജനയുടെ വാക്കുകൾ നൽകിയ ചാർജ് തീർന്ന പോലെ ആ മുഖത്ത് ദേഷ്യം നുരഞ്ഞു പൊന്തുന്ന് സംതൃപ്തിയോടെ നോക്കിയിരുന്നു അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. കയറിയിട്ട് പോവടാ, ഒത്തിക്കിട്ടിയ നിന്റെ കാമിയെ കുറച്ചു നേരം വായി നോക്കി നിൽക്കാലോ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് സീത പറഞ്ഞപ്പോൾ ഹരിയുടെ മുഖം വിളറി. അവനൊന്നും മിണ്ടാതെ തലതടവി. ചോദിച്ചോ സീത അവന്റെ നടുമ്പുറം നോക്കി ഒരു അടി വെച്ചു കൊടുത്തു. ഉഫ്! ഹരി പൊളഞ്ഞുപോയി. സീത തക്കത്തിന് കുറച്ച് മാറി നിന്നു. നിന്നെ എന്റെ കൈ കിട്ടും കേട്ടോ, അവൻ കണ്ണുരുട്ടി. ഓ! സീതയത് പരമാവധി പുച്ഛിച്ചു. കയറിപ്പോ, ഇരുട്ടി തുടങ്ങി, ഹരി ഓർമ്മിപ്പിച്ചു. നീ ശരിക്കും കയറുന്നില്ലേ? സീത ചോദിച്ചു. ഇല്ലടി, ഇപ്പൊ തന്നെ വൈകി. ചെന്നിട്ട് വേണം ഭദ്രയുടെ അടുത്തേക്ക് പോകാൻ. കഴിഞ്ഞ അറിവിന് തന്നെ പോയി കണ്ടില്ലെന്ന് അവൾക്ക് പരാതിയുണ്ട്. ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ പെങ്ങളാണ് ഭദ്ര. എന്നാ ശരി, നീ വിട്ടോ. സീത കൈവീശി കാണിച്ചു. ഹരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സീത തിരിഞ്ഞു നടന്നു. ഡീ! അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. നീ പേടിക്കണ്ട, നിന്റെ വിശ്വപ്രണയം ഞാൻ പറഞ്ഞിട്ടല്ല നിന്റെ പെണ്ണ് അറിയേണ്ടത്. അത് പറയാൻ യോഗ്യം നിനക്ക് മാത്രമേ ഉള്ളൂ ഹരി. അത്രയും പവിത്രമാണത്. സീത പറഞ്ഞപ്പോൾ ഹരി ഹൃദയം നിറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അത് പറയാൻ തന്നെയായിരുന്നു അവൻ വിളിച്ചത്. ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹം? പുറകിൽ കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സീതയുടെ നേരെ നോക്കി പാർവതി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചുമ്മാ എനിക്കെന്നെ ചേച്ചി കെട്ടിപ്പിടിച്ചുകൂടെ? സീത ചുണ്ടുകുളുക്കി. ലോട്ടറി വല്ലതും അടിച്ചോ വേണ്ടേ ഇത്രയും സന്തോഷം? അവളുടെ മുഖത്ത് കാണുന്ന തിളക്കം കണ്ടിട്ട് തന്നെയായിരുന്നു പാർവതി അങ്ങനെ ചോദിച്ചു. ഓ, ഒരു ലോട്ടറി അടിച്ചു, പക്ഷെ എനിക്കല്ല, നിനക്കാ. സീത പാർവതി ഒന്നുകൂടെ ഇറുകെ പിടിച്ചു. അമ്പലത്തിൽ പോയി വന്നപ്പോൾ നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? പാർവതി കണ്ണുരുട്ടി. സീത ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവളെ പിടിവിട്ട് മാറി. അന്നത്തെ ദിവസം മുഴുവനും അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. പലവട്ടം പാർവതിയുടെ കണ്ണിൽ സംശയങ്ങൾ പൂക്കുന്നത് കണ്ടിട്ടും സീത അവസ്ഥയിൽ നിന്നും മാറാൻ ആഗ്രഹിച്ചില്ല. കണ്ണനെ വിളിച്ചെന്ന് പറയാൻ അവൾക്കുള്ളം തുടികൊട്ടി. പക്ഷേ അത് താൻ പറഞ്ഞു കേൾക്കുമ്പോൾ അവനിൽ വിരിയുന്ന സന്തോഷങ്ങൾക്ക് സാക്ഷിയാവണമെന്നൊരു മോഹം അതിനേക്കാൾ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സീത വളരെ പണിപ്പെട്ടാണ് തുടിക്കുന്ന മനസ്സിനെ ഒതുക്കി പിടിച്ചുറങ്ങാൻ കിടന്ന്. പിറ്റേന്ന് വെളുപ്പിന് പതിവില്ലാത്ത തിടുക്കം കാണിക്കുന്ന അവൾക്ക് നേരെ വീണ്ടും പാർവതിയുടെ നോട്ടം കൂർത്തു. ശ്രീനിലയത്തിലെത്തുമ്പോൾ ഹൃദയമിടിപ്പ് പുറത്തു കേൾക്കും പരുവത്തിലായിരുന്നു. താൻ വിളിച്ചില്ലെങ്കിലും കണ്ണൻ വിളിച്ചേക്കുമെന്ന് വെറുതെ തോന്നിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ വന്നപ്പോൾ മുതൽ കാത്തു നിൽക്കുന്നവനെ തിരഞ്ഞ് ഓടിയിറങ്ങി കഴിഞ്ഞിരുന്നു. മുത്തശ്ശി എന്തൊക്കെയോ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കുന്നു. പതിവ് പോലെ ജോലികൾ ചെയ്യുന്നു. അപ്പോഴേക്കും മനസ്സിൽ കണ്ണൻ എന്താ കൺമുമ്പിൽ കടന്നു വരാത്ത എന്നുള്ള ചോദ്യമായിരുന്നു. അനാവശ്യ ചിന്തകൾ മത്സരിച്ചെത്തി ശ്വാസം മുട്ടിച്ചു. ഒന്നിനും വയ്യാത്ത പോലെ പലപ്പോഴും സീത തളർന്നു തൂങ്ങി. ഊണും കഴിഞ്ഞ് മുത്തശ്ശി ഇച്ചിരി നേരം മയങ്ങാറുണ്ട്. നീയൊന്ന് നടു നിവർത്തിക്കോ മോളെ. സ്വന്തം കിടക്കയിലേക്ക് ചായ മുന്നേ അവർ സീതയെ ഓർമ്മിപ്പിച്ചു. വെറുതെ ഒന്ന് തലയാട്ടി എന്നതല്ലാതെ സീത കിടന്നില്ല. മനസ്സൊരുവനിൽ കുരുങ്ങിക്കിടക്കുന്നു, പുറത്തെ മൂടിക്കെട്ടിയ ആകാശം പോലെ. അതിനേക്കാൾ ഇരുണ്ടു മൂടിയ മനസ്സിൽ അസ്വസ്ഥതയുടെ നീർക്കുമിളകൾ. തിരിച്ചു പോയോ ഇനി? യാതൊരു സാധ്യതയുമില്ലാഞ്ഞിട്ടും ആ ചോദ്യം ഉള്ളൊരുകാൻ പാകത്തിന് അവളെ നോവിച്ചു. പോയിരുന്നെങ്കിൽ മുത്തശ്ശി തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ട് കയറി ചോദിക്കാനൊരു മടി. എന്തും ചോദിക്കാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം തന്നിട്ടും ഇന്നുവരെയും അതൊരിക്കലും അനാവശ്യമായി ഉപയോഗിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നൊരു ആശ്വാസമുണ്ട്. അതില്ലാതെയാക്കാൻ തോന്നിയില്ല. ഇനി വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ? കൈകളിൽ വീണ്ടും ഫോൺ തടഞ്ഞു. ഇതും കൂടി ചേർത്ത് ഇന്നേരം വരെയും ഈ ചിന്തയിൽ ഫോൺ എടുത്ത് നോക്കിയത് 10-20 പ്രാവശ്യമായിട്ടുണ്ടാവും. സ്വന്തം പ്രവർത്തനം അവളെ തന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. മേശയിലേക്ക് വെറുതെ തലവെച്ച് കിടന്നിട്ട് സീത ഒന്ന് കണ്ണടച്ചുറങ്ങാൻ ശ്രമിച്ചു. ചാരിവെച്ച വാതിൽ തള്ളി തുറന്നുകൊണ്ട് കിതപ്പോടെ കണ്ണൻ കയറി വന്നപ്പോൾ സീത ഞെട്ടിപ്പോയി. ഹായ്. കിതപ്പടക്കിക്കൊണ്ടവൻ നടുവിന് കൈകൂത്തി നിന്നിട്ട് അവളെ നോക്കി. മുത്തശ്ശി ഉറങ്ങിയോ? കിടക്കയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്ന മുത്തശ്ശിയെ നോക്കി കണ്ണൻ ചോദിച്ചു. ഒന്ന് മൂളാൻ കൂടി കഴിയാത്ത വിധം ഒരു സങ്കടം സീതയെ പൊതിഞ്ഞു നിന്നിരുന്നു. എന്തിനെന്നോ ഏതിനെന്നോ അറിയാത്തൊരു സങ്കടം. കണ്ണൻ്റെ കണ്ണുകൾ വീണ്ടും അവളെ തേടിയെത്തി. ഞാനൊന്ന് ടൗണിൽ പോയതാ, അവിടെ പെട്ടുപോയി. അവളുടെ മുഖത്തെ പരിഭവം കണ്ടിട്ടായിരുന്നു കണ്ണൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും തെളിയാത്ത മുഖത്തേക്ക് നോക്കി അവൻ ചിരിച്ചു. കണ്ണൻ സീതയുടെ അരിയിലെത്തി. വാ, അവളുടെ കയ്യിൽ പിടിച്ചു. സീതയുടെ കൈകൾ കുടഞ്ഞു മാറ്റി. അപ്പോഴും അവന് ശരിയാണ്. പെണങ്ങല്ലേ, എനിക്ക് പറയാനുള്ള കേൾക്കേണ്ട ദുർഗാലക്ഷ്മിക്ക്. വീണ്ടും അവൻ ആ കൈ പിടിച്ചു. എനിക്കാരോടും പിണക്കൊന്നുമില്ല.
സീത അവനെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു. പിന്നെന്തിനാ ഈ മസിൽ പിടുത്തം? കണ്ണൻ അവളെ നോക്കി പുരികം പൊക്കി. താൻ വിളിക്കുന്നിടത്തേക്ക് വരാൻ ഇയാളെൻ്റെ ആരാ? സീതയുടെ സ്വരം മുറുകി. വാ, എങ്കിലും അതാദ്യം പറഞ്ഞുതരാം. ഇപ്രാവശ്യം കണ്ണൻ്റെ പിടുത്തൽപ്പം മുറുകി. വിട്ടേ കണ്ണേട്ടാ, ഞാനിങ്ങ് വരുന്നില്ലിപ്പോ. ഇതുവരെ ഞാൻ നിന്നെ മര്യാദക വിളിച്ച്. ഇനി ഇടഞ്ഞു നിൽക്കാനാണ് മോളുടെ ഉദ്ദേശമെങ്കിൽ എടുത്തുപൊക്കി കൊണ്ടുപോയി ഞാൻ. ഇടഞ്ഞ കണ്ണേട്ടം മഹാപെശകാണ്, മോളത് മറക്കണ്ട. കണ്ണൻ മീശയും പിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരു. പറയാനുള്ള ഇവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ കേട്ടോളാം. സീത പറഞ്ഞു. ആഹാ, അപ്പൊ മോൾക്ക് നടന്നു പോകാനല്ല, എന്റെ ചുമലിൽ കയറി പോവാനാണ് താല്പര്യം. ഇതങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ, കണ്ണേട്ടൻ കൊണ്ടുപോലോ. കണ്ണൻ സീതയുടെ കൈവിട്ടിട്ട് മുണ്ടൊന്ന് മടക്കി കുത്തി. അവന്റെ ആ ഭാവത്തിൽ സീതയൊന്ന് പതറിപ്പോയിരുന്നു. മുത്തശ്ശി എണീക്കും, സീത പെട്ടെന്ന് പറഞ്ഞു. 1 മണിക്കൂർ മുത്തശ്ശി ഉച്ചക്ക് മയങ്ങാറുണ്ടെന്ന് എനിക്കറിയാൻ്റെ സീതാലക്ഷ്മി. കണ്ണൻ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പുരികം പൊക്കി. പ്ലീസ് പെട്ടെന്ന് തിരിച്ചു വരാം, വാ. പിന്നെ എന്തോ പറയാൻ ഒരുങ്ങിയവൻ അവന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ തടഞ്ഞു വീണു. വീണ്ടും അവൾ എന്തെങ്കിലും പറയും മുന്നേ ആ കൈയും പിടിച്ചുകൊണ്ട് കണ്ണൻ പുറകുവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നിരുന്നു. എങ്ങോട്ടേ പോകുന്നേ? മിണ്ടാതെ വാടി, തട്ടി വീഴല്ലേ, കണ്ണൻ ഓർമ്മിപ്പിച്ച്. കൂറ്റൻ മരങ്ങൾക്കിടയിൽ കൂടിയുള്ള ചെറിയൊരു നടപ്പ് വഴിയിൽ കൂടിയാണ് അവൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. കണ്ണിട്ട് ഇങ്ങോട്ടേ പോകുന്നു, അത് പറയാൻ ഞാൻ വരില്ല. സീത വിളിച്ച് ചോദിക്കുന്നത് കേൾക്കാത്ത പോലെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ധൃതിയിൽ നടക്കുന്നവനെ നോക്കി അവൾ പല്ല് കടിച്ചു. വഴിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കാട്ടുചെടികള് കണ്ണൻ ഒരു കൈ കൊണ്ട് ഒതുക്കി അവൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ കൂടി ഇത്തിരി മാത്രം എത്തി നോക്കുന്ന അരണ്ട വെളിച്ചം നിറഞ്ഞ വിജനമായ വഴി. സീത പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വീടൊത്തിരി ദൂരെയാണ്. അരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ മനസ്സിൽ വെച്ച് കൊല്ലാൻ കൊണ്ടുവന്നാണ് ഇനി കിണ്ണൻ. ആ ചിന്ത പേടിപ്പെടുന്നതിന് പകരം അവൾക്ക് ചിരിയാണ് പകർന്നു നൽകിയത്. അസ്വസ്ഥത നിറഞ്ഞ തന്റെ മനസ്സിപ്പോൾ ശാന്തമാണെന്ന് കൂടി സീത അറിഞ്ഞു. എന്തൊക്കെയോ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? സീത ഓർത്തു. അല്ലെങ്കിലും പ്രകൃതിയെ ആസ്വദിക്കാനൊക്കെ സീതാലക്ഷ്മിക്ക് എവിടെയായിരുന്നു നേരം? എന്നും ഓട്ടപ്പാച്ചിൽ തന്നെ അല്ലായിരുന്നു. ഒരു കാലത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പം ആരും യൂസ് ചെയ്യാതെ മൊത്തം കാട് പിടിച്ചു പോയി. സീതയുടെ കൈവിട്ടുകൊണ്ട് കിതപ്പോടെ തന്നെ കണ്ണൻ പറഞ്ഞു. വിയർപ്പ് തുള്ളികൾ നിറഞ്ഞ അവൻ്റെ മുഖത്ത് നിറഞ്ഞു കാണുന്ന സന്തോഷം പതിയെ അവളിലേക്കും പടർന്നു. കൊള്ളാവോ? അവൻ ചിരിയോടെ പുരികം പൊക്കി അവളെ നോക്കി. മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കുളം കരിങ്കല്ല് കൊണ്ട് ഭംഗിയിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള നീളമുള്ള പടിക്കെട്ടുകൾ. തെളിഞ്ഞ വെള്ളത്തിൽ ചുറ്റുമുള്ള മരങ്ങളുടെ നിഴൽ വ്യക്തമായി കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ കൂടുതൽ സമയം ഇവിടെ വന്നിരിക്കും. ഈ കരയിലിരുന്ന് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊപ്പം അമ്മയും വന്നിരിക്കും. ആവേശത്തിൽ പറഞ്ഞു തുടങ്ങിയതൊടുവിൽ ഇടറിപ്പോയിരുന്നു. നിനക്കിഷ്ടമായ സീതാലക്ഷ്മി, ഒരു പോസിറ്റീവായി കിട്ടുന്നില്ല ഇവിടെ? സീത അവനെ നോക്കിയെന്ന് തലയാട്ടി. ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നോ? സീത അതിശയം വിട്ടുമാറാതെ അവനെ കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. മുത്തശ്ശിയുടെ മുറിയല്ലാതെ നീ ഇവിടെ വേറെ കണ്ടിട്ടില്ലല്ലോ അതിന്. അവനും ചിരിച്ചു. സീത വീണ്ടും ചുറ്റും കണ്ണോടിച്ചു. എന്തോ വല്ലാത്തൊരു സന്തോഷം അവളെ ഒന്നാകെ പൊതിയുന്നുണ്ട്. സ്വയം മറന്നു നിൽക്കുന്നവളെ നിമിഷ നേരം കൊണ്ട് കണ്ണൻ വലിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലിടിച്ച് നിന്ന് പോയവൾ സീത ഞെട്ടി വിറച്ചുപോയി. അവൻ്റെ ആ പ്രവൃത്തിയിൽ. ഹരി എന്തു പറഞ്ഞു? കാതിൽ വളരെ പതുക്കെ അവൻ്റെ ചോദ്യം അവൾക്ക് പുള്ളിപ്പിടയുന്ന പോലെ തോന്നി. തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണൻ മുറുകെ പിടിച്ചതുകൊണ്ട് അനങ്ങാൻ കൂടി വയ്യ. പറ സീതാലക്ഷ്മി, എനിക്ക് ഈ ശ്വാസം മുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും അവൻ കാതിൽ പറഞ്ഞു. സീതയുടെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ച കണ്ണൻ്റെ കൈകളിൽ മുറുകി. അവനെന്നെ ഇഷ്ടമാണെന്ന്, ഒരുമിച്ച് ജീവിക്കാൻ എൻ്റെ സമ്മതം വേണമെന്ന്. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ പറഞ്ഞ സീതാലക്ഷ്മി? കണ്ണൻ അവളുടെ തോളിലേക്ക് താടി മുട്ടിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എനിക്ക് അവനെയാണല്ലോ ഇഷ്ടം. വിക്കിക്കൊണ്ടാണെങ്കിലും സീത അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെ സ്നേഹം എന്ത് ചെയ്യണം? കണ്ണൻ വീണ്ടും അവിടെ കാതിൽ ചോദിച്ചു. സീത ഒന്നും മിണ്ടിയില്ല. തൊട്ടടുത്ത നിമിഷം കണ്ണൻ അവിടെ കവിളിൽ അമർത്തി കടിച്ചു. വേദനയല്ല തോന്നിയത്, ദേഹം മൊത്തം തരിച്ചതുപോലെ. സീത ഒരു നിമിഷം സ്റ്റക്കായി നിന്നു. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ സീതാലക്ഷ്മി. ചിരിയോടെയാണ് കണ്ണൻ്റെ പറച്ചിൽ.
അവന് നേരെ തിരിച്ചു നിർത്തി. കണ്ണൻ സൂക്ഷിച്ച് നോക്കുന്ന കണ്ടിട്ട് അവൾക്ക് ആകെ ഒരു പരവേശം. ഹരിക്ക് പാർവേശിയാണ് ഇഷ്ടം കണ്ണേട്ടാ, എന്നോട് തുറന്നു പറഞ്ഞു. സീത നേരത്തെ ഒരു ചിരിയോട് അവനോട് പറഞ്ഞു. അവനൊരു നെടുവീർപ്പോടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. എനിക്കത് തോന്നിയിരുന്നു, കണ്ണൻ ചിരിയോടെ പറഞ്ഞു. ഓഹോ, പിന്നെ എന്തിനായിരുന്നു ഇത്രയും ടെൻഷൻ? സീത അവനെ നോക്കി കണ്ണുരുട്ടി. ടെൻഷൻ സ്നേഹത്തെ പേടിക്കണം എനിക്ക് സീതാലക്ഷ്മി. എനിക്കിനി താനില്ലാതെ വയ്യെന്ന് തോന്നി. പിന്നെ എന്നെക്കാൾ മുന്നേ ഹരി അറിയുന്നവളല്ലേ നീ. നിന്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ സഹായിച്ചവനാണ് ഹരി. കണ്ണനൊന്ന് നിർത്തിയിട്ട് സീതയെ നോക്കി. അവൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ട സൗഹൃദത്തിൽ മായം കലർന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എനിക്കൊരു ശ്വാസമുട്ടൽ, നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ പോലെ. എനിക്ക് അത്രയും ഇഷ്ടമാണ് എൻ്റെ സീതാലക്ഷ്മി നിന്നെ.